തീരെ വയ്യ ഗേസ്. ആലോചിക്കണം, ഒരു ജോബില്ല ഗേസ്. നമുക്ക് വല്ല ജോബ് എന്തെങ്കിലും ഒപ്പിക്കണം ഗേസ്. സിറ്റിക്കൊക്കെ എന്താ ഭംഗി എന്നൊക്കെ നോക്കിത്തരാം ഗേസ്. സിറ്റിയിലൊക്കെ ഭംഗി അങ്ങനെ ഇരിക്കും, പക്ഷെ നമുക്കൊരു ജോബും ഇല്ല ഗേസ്. എവിടുന്നാ ജോബ്? അല്ല ചോപ്പ് അവിടെ ഉണ്ടാവും. ചോപ്പിനോട് ചെന്ന് നോക്കി നോക്കട്ടെ. ചോപ്പിനോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ചോപ്പിൻ്റെ അടുത്ത് പോയി നോക്കാം. ആ ചോപ്പ് എന്താ പരിപാടി? നല്ല കുരയാണ് ചോപ്പ്. ആടാ വെറുതെ എന്തിനാണ് ചോപ്പ് അങ്ങനെ കുരക്കുന്നത് ഗീസ്? നമുക്കിപ്പോൾ അതല്ല, നമുക്കൊരു ജോബ് വേണം ഗീസ്. നമുക്ക് മൈക്കിളിൽ നിന്ന് വിളിച്ചു നോക്കാം ഗീസ്. മൈക്കിളിൻ്റെ ഒക്കെ ചിലപ്പോൾ വല്ല ജോബും ഉണ്ടാവും ഗീസ്. മൈക്കിളിനെ വിളിച്ചു നോക്കാം, അതാണ് ഗീസ് നല്ലത്. മൈക്കിളിനെ വിളിക്കാം. ഓക്കെ. ആ ഹലോടാ, ഇതിൻ്റെയൊക്കെ വല്ല ജോബും ഉണ്ടോ? എനിക്ക് നല്ലൊരു ജോബുണ്ട്. ഞാനൊരു കാളെ കാത്തിരിക്കുകയായിരുന്നു. എന്താ ജോബ്? ഞാൻ പറയും. ജോബ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൗച്ചിലാൻ്റെ അടുത്ത് പോയി ഞാൻ വണ്ടി മോഷിക്കണം. ഓക്കടാ, ഇനി ചെയ്തോണ്ടാ. നീ ലൊക്കേഷൻ വിട്. ഓക്കെ ഗേസ്, നമ്മൾ ഡ്രസ്സ് മാറ്റി. ഓക്കെ ഗേസ്, നമ്മൾ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മൈക്കിൾ ലൊക്കേഷൻ അയച്ചു തരാമെന്നാണ് പറഞ്ഞത്. നമുക്ക് നേരെ മൗച്ചിലാൻ്റെ അടുത്തുള്ള അവിടെയൊക്കെ പോയേക്കാം. മൈക്കിൾ ലൊക്കേഷൻ അയക്കാൻ കുറച്ച് വഴുകുന്നാണ് മൈക്കിൾ പറഞ്ഞത് എന്നോട്. നമുക്ക് എന്തായാലും നേരെ മൗച്ചിലാൻ്റെ അവിടേക്ക് പോയേക്കാം ഗേസ്. നമ്മൾ കാറ് പുറത്തിറക്കുന്നുണ്ട്, നമുക്ക് കാറെടുത്ത് പോവാം. ബൈക്ക് എടുത്ത് പോകണ്ട ഗേസ്, കാറിന് ആയിക്കോട്ടെ ഗേസ്. നമുക്ക് കാറെടുത്തിട്ട് നേരെ പോകാം ഗേസ്. നമ്മൾ കാറ് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാറെടുത്തിട്ട് നേരെ ഗേസ് മൗച്ചിലാൻ്റെ അവിടേക്ക് പോവാം. മൈക്കിൾ അവിടേക്കാണൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഗേസ്. മൈക്കിൾ മൗച്ചിലാൻ്റെ അവിടേക്ക് പോകാനാണ് പറഞ്ഞത്. മൈക്കിൾ ഇപ്പം തന്നെ ഒന്നും വിടൂലെങ്കിൽ നമുക്ക് നമ്മളൊരു പകയുള്ളൊരു ഫ്രണ്ടൊക്കെ ഉണ്ട് ഗേസ്. അവൻ്റെ പേരെ പോയി അവനോട് പക വീട്ടണം ഗേസ്. അവനെ പണ്ട് ഞാനൊരു ഒരു ട്രാക്ടറൊക്കെ ഓടിക്കുന്ന ഒരു ഡ്രൈവറായിരുന്നു. അവനെൻ്റെ ട്രാക്ടർ മോഷിച്ചുകൊണ്ട് പോയിക്കുക. അതിപ്പോഴും അവനെ എൻ്റെ മനസ്സിൽ പോയിട്ടില്ല, അവൻ്റെ മുഖം. എന്തായാലും അവനെ ഞാൻ ശരിയാക്കി കൊടുക്കുക. സോറി, ഇങ്ങോട്ടെല്ലാം മോഷിച്ചേണ്ട വഴി ഗേസ്, അങ്ങോട്ടാണ് തോന്നുന്നത്. എന്നാലും ഗേസ് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നല്ല ഗേസ്. നമുക്ക് എന്തായാലും ഇവിടെ അടുത്തൊരു ഷോപ്പൊക്കെ വന്നു എന്ന് കേട്ടു. അതിലെങ്ങാനാണെന്ന് മൈക്കിൾ പറഞ്ഞു. നമുക്കെന്തായാലും ഈ ഷോപ്പിലൊന്നും കൂടി കയറി നോക്കണോ ഗേസ്? ആ കയറി നോക്കാം. വണ്ടി ഇവിടെ എങ്ങനെയാണല്ലോ വണ്ടി ഇവിടെ കാണാൻ. എന്തോ ഒരു ചേച്ചി അവിടെ തുടങ്ങി. ചേച്ചിനോട് ചോദിച്ചാൽ ഇവിടെ വല്ല പുതിയ വണ്ടി ഉണ്ട്. ചേച്ചി, ചേച്ചി ഇവിടെ വല്ല പുതിയ വണ്ടി എന്തെങ്കിലും വന്നിക്കണോ? വണ്ടികൾ എന്താ ചേച്ചിയെ? കട ഞാൻ കുത്തി പൊളിക്കണോ? നിനക്ക് ഉത്തരം പറയും. കുത്തി പൊളിക്കും. എന്താടാ നിനക്ക് വേണ്ടത് കുട്ടിയെ? ഇവിടെ കാറൊന്നുമില്ല, ഞാനിവിടുത്തെ ക്ലിയറാണ്. നീ മര്യാദക്ക് പോലെ ഞാൻ പോലീസ് വിളിക്കണം. പോലീസേ വരൂ, വേഗം വരൂ. ഇവിടെ അടുത്തേന് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. വേഗം പോ, നിന്നെ ഞാൻ പോലീസിനെ വിളിക്കോളാ കാണുക. ചേച്ചി നമ്മളെ ചതിച്ച് കേസ് പോലീസിനെ വിളിച്ച് പറഞ്ഞേക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് വരട്ടണ ഭാഷയിൽ പറഞ്ഞതാണ് ഗെയ്സ്. പണിപാട് ഗെയ്സ്. നമുക്ക് നേരെ വിട ഗെയ്സ്. അയ്യോ, പോലീസ് ഇപ്പോൾ ഇവിടെ എത്തും ഗെയ്സ്. ഓ ഗെയ്സ്, പോലീസ് ഇത്ര പെട്ടെന്ന് എത്തിയാ? പോലീസുകാർക്കൊക്കെ എന്താണ് ഫാസ്റ്റ് ഗെയ്സ്. നമുക്ക് എന്തായാലും മൗച്ചിലാൻ്റെ ബൈക്ക് നേരെ വിട ഗെയ്സ്, നേരെ കത്തിച്ച് വിട ഗെയ്സ്. അയ്യോ എൻ്റെ കളി, ആ ചേച്ചി എന്ത് പണിയാണ് ഈ കാട്ടി. അയ്യാ എൻ്റെ വണ്ടി പൊന്നെ. വേഗം ബാക്ക് എടുക്കും ഫ്രണ്ടിലെ, വേഗം ബാക്ക് എടുക്കടാ. വേഗം പോ. പൊന്നെ, നമുക്ക് ഈ മലയിന്ന് കയറി ഗെയ്സ് ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റും ഗെയ്സ്. നമുക്ക് ഈ മലയോരത്ത് പോയി നിൽക്കാം ഗെയ്സ്. ചിലപ്പോൾ സ്റ്റാർ ഇപ്പോൾ പോവും. ആ ഫ്രാങ്കിനെ ഒന്ന് വേഗം പോടാ. അയ്യോ ഗെയ്സ്, ഇപ്പോൾ വണ്ടി അടുത്തത് ഗെയ്സ്. ഓ ഗെയ്സ്, ഇതാണ് നമ്മളെ ഫ്രണ്ടിൻ്റെ സ്ഥലം ഗെയ്സ്. നമ്മളെ ഫ്രണ്ടിൻ്റെ സ്ഥലത്തെത്തി. എന്തായാലും അവനോടുള്ള പക വീട്ട ഗെയ്സ്. ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളു ഗെയ്സ് അവൻ്റെ വീട്ടിലേക്ക്. അവൻ്റെ വീടല്ലേ ഗെയ്സ്, അവൻ്റെ വീടൊന്നും പറയാൻ പറ്റില്ല, അവൻ്റെ തൗത്താണ് ഗെയ്സ്. അത് ഗെയ്സ് നമുക്ക് താ കാണുന്നതിനാണ് ഗെയ്സ്. നമുക്കവിടെ പോയി അവൻ്റെ ഉള്ളിലേക്ക് ഇറക്കാം ഗെയ്സ്. ഇതാണ് അവൻ്റെ വീട് ഗായ്സ്. എൻ്റെ ട്രാക്ടറിലടാ നിൽക്കണത്. എനക്കല്ല നമുക്ക് നീ എൻ്റെ ട്രാക്ടറോട് ഇപ്പോൾ കൃഷിപ്പണി നടത്തുകയാണല്ലേ.
ഓ എൻ്റെ മോനെ എത്ര നാളായി ട്രാക്ടർ ഓടിച്ചിട്ട് ഒന്ന് കയറി ഓടിച്ചോക്കെ ഗൈസ് പൊന്നെ എന്തായാലും ഇപ്പം എന്താ എൻ്റെ ട്രാക്ടറല്ലേ എൻ്റെ ഒന്ന് മോഷ്ടിച്ച് കൊണ്ടേക്കല്ല അവൻ എൻ്റെ പൊന്നെ ട്രാക്ടർ കൊടുക്കുമ്പോഴൊരു ഫീലേ എന്താ ദേ നിൽക്കണ ബാക്കെടുത്തോ ബാക്കെടുത്തു ഇവിടെ ഇവനല്ല അവിടെ നിൽക്കുന്നത് എന്താ ഇതിനൊന്നും ഓനൊന്നും ചെയ്യണമെന്നില്ല പകർന്നാലും മാറുക എന്തായാലും കയറിയല്ലേ 2 റൗണ്ട് അടിക്കും അല്ല അവനാർക്കും വിളിക്കണേ കണ്ടു അവനക്കൊരു ഗ്യാങ്ങുണ്ട് അവൻ ആ ഗ്യാങ്ങിനെ വിളിക്കുക തോന്നുന്നു വേഗം പോയി അവനെ എതിർക്കണം അല്ലെങ്കിൽ സീനാണ് അവനിട്ട് കമ്പനിയാവാൻ നോക്കുക ഗീസ് അവൻ്റെ കുറച്ച് അയ്യോ ഗീസ് അവനത്ത് ഒത്തിരി ആൾക്കാർ വന്ന് ഗേസിൻ്റെ സീനാണെന്നാണ് തോന്നുന്നത് മച്ചമ്പി എന്താ അയ്യോ ഗീസ് ഗണ്ണെടുത്തോ നമ്മൾ അടിച്ചടി എടാ അവൻ ഗണ്ണെടുത്തടാ അയ്യോ ഗീസ് അവൻ എന്നെ വെടിച്ച് കൊല്ലുന്നൊക്കെ പറഞ്ഞു ഗീസ് നമുക്ക് ഇവിടുന്ന് ഓടിപ്പോവാ ഗീസ് ഇവിടെ അത്ര സേഫ് അല്ല ഗീസ് വേഗം ഓടിപ്പോവാ ഗീസ് ഓടിക്കോളൂ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിക്കുക ഗീസ് ഓക്കെ ഗണ്ണെടുത്തിട്ടുണ്ട് ഇറങ്ങണം ഫ്രണ്ടിൽ മരത്തുമ്പല്ല അവൻ മുന്നിലാണ് ആ പേരൻ്റെ അവിടെ പോയി ഒളിച്ചിക്കടാ വേഗം പോ ഓക്കെ ഗീസ് നമുക്ക് ഇവിടെ ഒളിച്ചിക്കാം അവിടെ ആ നിൽക്കുക ഗീസ് അവനെ നമുക്ക് തീർക്കാം കൊണ്ടില്ല ഗീസ് ഓക്കെ അവൻ തീർന്നു ഗീസ് ഇനി മറ്റവനെ വിടറാ എൻ്റെ കൂട്ടുകാരനെ തന്നെ കൊന്നു അവൻ എൻ്റെ പകയായിരുന്നടാ ഇനി മറ്റവൻ ചേടാ അവനെ കാണാനുണ്ടല്ലോ അയ്യോ ദൈവം വെക്കണം പേടി ചേട്ടാ ഇളകി കളിക്കാതെ നമുക്ക് എന്തായാലും ഗേസിൻ്റെ പ്രശ്നം അത്ര ശരിയില്ല നമുക്ക് വേറെ ഇവിടെ നിന്ന് എസ്കേപ്പാണ് ഗേസ് അവൻ്റെ പിള്ളേർ വരുന്നതിന് മുന്നേ നമുക്ക് പിന്നെ എസ്കേപ്പാണ് ഗേസ് ഗണ്ണ് മാറ്റി ഓക്കെ നമുക്ക് ഇന്ന് വേഗം ഇവിടെ നിന്ന് ഓർഡർ രക്ഷപ്പെടാം ഗേസ് ഓ മൈ ഗോഡ് ആകെ സീനായി ഗേസ് ഇനി നമുക്ക് വല്ല വണ്ടി എടുത്തിട്ട് മറ്റേ നമ്മളെ ജോബ് ചെയ്യണ്ടേ ഗേസ് മൈക്കിൾ ഇതുവരെ ലൊക്കേഷൻ വിട്ടില്ലടേ നമ്മൾ അതിന് വേണ്ടി ഇറങ്ങിയല്ലേ ഇവിടായിരിക്കും ഓക്കെ ഗേസ് ഇങ്ങനെ നമുക്ക് വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഗേസ് മൈക്കിളാണ് ലൊക്കേഷൻ അയച്ചത് ഗേസ് ഇനി നമുക്ക് നേരെ ഗേസ് നമ്മൾ ആ വണ്ടി എടുക്കാനാണ് പോകുന്നത് ഗേസ് മൈക്കിൾ പറഞ്ഞത് എന്താണ് മൈക്കിൾ വീണ്ടും എനിക്ക് വിളിക്കുന്നു ഗേസ് വണ്ടി എടുത്തിട്ട് മറ്റേ നമ്മളെ ജിമ്മിൻ്റെ ഗാരേജില്ലേ അവിടെ കൊണ്ടുപോയിടാനാണ് അവൻ പറഞ്ഞത് അപ്പോൾ രണ്ടും തൊട്ടടുത്തായതുകൊണ്ടാണ് ജിമ്മിൻ്റെ 2 ഗരാജുണ്ട് അതിൽ ഒരു ഗരാജിലാണ് അവൻ കൊണ്ടുപോയിടാൻ പറഞ്ഞത് അതായത് ഈ കാർ എടുക്കുന്ന സ്ഥലത്ത് എടുത്ത് ഇവിടെ ആരും ഇല്ല എന്നാണ് ഇപ്പം പറഞ്ഞത് ഗേസ് സിമ്പിളായി എടുത്ത് വരാമെന്നാണ് പറഞ്ഞത് വണ്ടിൻ്റെ ലോക്ക് പോലും ഇടാതെ ആ മണ്ടം ബൈക്കിണെന്നാണ് പറഞ്ഞത് ഗേസ് കാരണം മൈക്കിളും ഇയാളും തമ്മിൽ ഒരു ബിസിനസ് മാനാണ് ഗേസ് അപ്പോൾ ഇയാളും മൈക്കിളും തമ്മിൽ എന്തോ പ്രശ്നം എൻ്റെ ഗീസ് ഓ നിൽക്കുന്നു ഗേസ് നമ്മൾ ട്രക്ക് അപ്പോൾ വണ്ടി ഗേസ് ഇങ്ങനെ കിടില ട്രക്ക് മോനെ എൻ്റെ ഇതെന്താ അമേരിക്കൻ വണ്ടിയായി എൻ്റെ മോനെ പൊളി വണ്ടി എൻ്റെ മോനെ നമുക്ക് എന്തായാലും ഗേസ് ജിമ്മിൻ്റെ ഗാരേജ് കൊണ്ടുപോയിട്ട ഗേസ് വണ്ടി അല്ലെങ്കിൽ നമുക്കെടുത്ത് പോയാലോ ഗേസ് വണ്ടി നല്ല രസം ഗേസ് അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ പൊന്നെ വളക്ക് ജിമ്മിൻ്റെ ഗാരേജ് ഇവിടെ തൊട്ടെടുത്താൽ ഗേസ് ഇത് കഴിഞ്ഞതിൽ തൊട്ട് ബാക്കിൽ തന്നെയാണ് മൈക്കിൾ പറഞ്ഞത് രണ്ടാമത്തെ ഞാനിതുവരെ വന്നിട്ടില്ല ഗേസ് നമുക്ക് എന്തായാലും ജിമ്മിൻ്റെ ഗാരേജിൽ നേരെ പോകാം ഗേസ് ഓ എൻ്റെ പൊന്നെ ഈ വണ്ടീൻ്റെ മോനെ കിടില ഒരു രക്ഷയില്ല മക്കളെ വണ്ടി അതിൻ്റെ ഉള്ളിലെന്താ ഗണ്ണ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ മോനെ യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചുള്ള പണ്ടത്തെ സീന് വണ്ടി ഗേസ് മയത്തടക്കം സ്ലിപ്പാവാതെ ഓടിക്കുന്നതിന് പറ്റും ഗേസ് വണ്ടിക്ക് മോനെ ഒന്നും പറയാനില്ല കില്ലും ഗേസ് ഇതാണ് തോന്നുന്നത് അതിന് കുറേ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ യെസ് ഇത് തന്നെയാണ് ഗേസ് എന്തായാലും ഇവിടെ നിർത്തിടാം ഓക്കെ അപ്പോൾ ഇത്ര മതി ഗേസ് അപ്പോൾ ഗേസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗേസ് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ